ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിൽ ഒരു ഫലവും ഉണ്ടാകില്ലെന്ന് ഭൂരിഭാഗം ആരാധകരും ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെച്ചിരുന്നില്ല. കാൺപൂരിലെ ഈ രണ്ടാം ടെസ്റ്റിൽ ആദ്യ 3 ദിവസങ്ങളിലും മഴയാണ് കളിച്ചത്. ഇതിൽ ആദ്യ ദിനം 35 ഓവറുകൾ മാത്രമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2-3 ദിവസങ്ങളിൽ മഴ പൂർണ്ണമായും കളി കൊണ്ടുപോവുകയായിരുന്നു. 4-ാം ദിവസം 107-3 എന്ന നിലയിൽ നിന്നാണ് കളി പുനരാരംഭിച്ചത്. 233-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച ആരാധകർക്ക് മുന്നിൽ ഇന്ത്യ വെച്ചത് ഒരു T20 മത്സരമായിരുന്നു. ഇന്ത്യ വിജയം തന്നെയാണ് ലക്ഷ്യം വെച്ചത്. ഇന്ത്യയുടെ T20 ബാറ്റിംഗ് കൊണ്ട് ആരാധകർ മനസ്സിലാക്കിയത് ഇതാണ്: രോഹിത് ശർമ്മയും ജയ്സ്വാളും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ടീം 50 ഇവർ രണ്ടും കൂടി അടിച്ചെടുത്തത്. ഇത് ലോക റെക്കോർഡാണ്. 3 ഓവറിൽ ഇന്ത്യ 50 കടന്നു. കൂടാതെ വേഗതയേറിയ ടീം സെഞ്ചുറിയും ഇന്ത്യ നേടി. 10.1 ഓവറിലാണ് ഇന്ത്യ 100 കടന്നത്. എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ ഇന്ത്യ 285-ന് 9 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ധീരമായ തീരുമാനമായിരുന്നു അത്. 52 റൺസ് ലീഡ് നേടി ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗ് അയച്ചു. 4-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 26-ന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് മുന്നിൽ വിജയമല്ല, സമനില മാത്രമാണ് ലക്ഷ്യം. ഇന്ത്യക്ക് ഇനി ഒരു ദിവസമുണ്ട്. ഇനി 8 വിക്കറ്റുകൾ വീഴ്ചാൽ ഇന്ത്യക്ക് ജയിക്കാം. അവസാന ദിവസം സ്പിന്നിനെ തുണയ്ക്കുമെന്നത് ഉറപ്പാണ്. രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ബംഗ്ലാദേശിനെ ആദ്യ 2 സെക്ഷനിൽ തന്നെ ഇന്ത്യക്ക് തളയ്ക്കാനാവും. കൂടാതെ വില്ലനായി മഴ എത്തിയാൽ വീണ്ടും കളി സമനില തന്നെയാവും. ബംഗ്ലാദേശിന് എന്തായാലും സമനില അല്ലാതെ വേറെ ലക്ഷ്യമില്ല. എന്തായാലും ഇന്ത്യ വിജയത്തിനായി ശക്തമായി പോരാടും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.